ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 10/2023 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റൻഡർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20 ക്വസ്റ്റ്യൻസ് വരെയാണ് നമ്മൾ ചെയ്തത്. ബാക്കിയാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 21ാമത്തെ ചോദ്യം: ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്കു സേവന നികുതി അതായത് GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഒന്നുകൂടെ വായിക്കാം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഏതാണ്? 101ാം ഭേദഗതി, ഓപ്ഷൻ സി. 101ാം ഭേദഗതിയാണ് GST കുറിച്ച് പറയുന്ന ഭരണഘടനാ ഭേദഗതി. ഇതില് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാ? 2016 സെപ്റ്റംബർ 8-ന്. 2016 സെപ്റ്റംബർ 8-നാണ് GST ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. GST നിലവിൽ വന്നതെന്നാ? അത് 2017 ജൂലൈ 1-നാണ്. 2016 സെപ്റ്റംബർ 8-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. GSTയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? GSTയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകളാണ് 246A, 269A, 279A. ഏതൊക്കെയാണ്? 246A, 269A, 279A. GST ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരായിരുന്നു? പ്രണബ് കുമാർ മുഖർജി. GST ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതിയായിരുന്നു പ്രണബ് കുമാർ മുഖർജി. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. ഓപ്ഷൻ എ, ഡോക്ടർ MS സ്വാമിനാഥൻ. 2023 സെപ്റ്റംബർ 28-ന് ഇദ്ദേഹം അന്തരിച്ചു. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏതാണ്? ഇദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനം സർബതി സൊണോറ. സർബതി സൊണോറയാണ് ഇദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനം. ഇദ്ദേഹത്തിന് 1961-ൽ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം, 1967-ൽ പത്മശ്രീ, 1971-ൽ മഗ്സസെ പുരസ്കാരം, 1972-ൽ പത്മഭൂഷൺ, 1987-ൽ വേൾഡ് ഫുഡ് പ്രൈസ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ പുരസ്കാരങ്ങളാണ്? ഒന്നുകൂടെ പറയാം. 1961-ൽ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം, 1961-ൽ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം, 1967-ൽ പത്മശ്രീ, 1972-ൽ പത്മഭൂഷൺ. 1967-ൽ പത്മശ്രീ, 1972-ൽ പത്മഭൂഷൺ, 1971-ൽ മഗ്സസെ പുരസ്കാരം, 1971-ൽ മഗ്സസെ പുരസ്കാരം, 1987-ൽ വേൾഡ് ഫുഡ് പ്രൈസ്. ഇതൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ NK സിംഗ്. ഓപ്ഷൻ ബി, NK സിംഗ്. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 280. 280 280 ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷമാണ്. അംഗങ്ങളുടെ എണ്ണവും 5ആണ്. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ധനകാര്യ കമ്മീഷനിലുള്ളത്. ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. 1ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു KC നിയോഗി. 1ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗി. എന്നാൽ 1ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാ? 1ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി VP മേനോൻ. ആരാണ്? VP മേനോൻ. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ നമ്മൾ പറഞ്ഞു NK സിംഗ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആകുന്നത് അരവിന്ദ് പനഗരിയ.
16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത്. 1. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ശരിയാണല്ലേ. 2. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. 3. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. അതും ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് 2015 ജനുവരി 1 നിലവിൽ വന്നതാണ് എന്ത്? നീതി ആയോഗ്. 4. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലനോബിസ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 1, 2, 3, 4 4ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ ബി. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാരാ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി PC മഹലനോബിസ് ആണ്. എങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാരാ? അത് M വിശ്വേശ്വരയ്യ. പിതാവ് M വിശ്വേശ്വരയ്യ. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേത്? പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേത്? കറുത്ത മണ്ണ്. ഏതാണ്? കറുത്ത മണ്ണ്. ഓപ്ഷൻ ബി. റിഗർ മണ്ണ്, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഈ കറുത്ത മണ്ണാണ്. എന്തൊക്കെ പേരുകളിലാണ് കറുത്ത മണ്ണ് അറിയപ്പെടുന്നത്? റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നു, ചെർണോസം എന്നും അറിയപ്പെടുന്നു. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. എവിടെയാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിലാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. എങ്ങനെയാണ്? അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിൽ രൂപപ്പെടുന്നതാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണിന് ഏറെക്കാലം ഈർപ്പം നിലനിർത്താനുള്ള കഴിവുണ്ട്. എന്താണ്? ഈർപ്പം നിലനിർത്താൻ കഴിവുണ്ട്. എന്തിന്? കറുത്ത മണ്ണിന്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിന എന്നിവയാൽ സമ്പന്നമാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സമ്പന്നമായിട്ടുള്ളത്? ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിന. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓപ്ഷൻ ഡി. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇതെന്തൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്? കാലവർഷം, ഇടവപ്പാതി എന്നൊക്കെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. എന്തൊക്കെയാണ്? കാലവർഷമെന്നും ഇടവപ്പാതി എന്നും അറിയപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് 2 ശാഖകളുണ്ട്. അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. ഏതൊക്കെയാണ്? അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. എന്നു മുതൽ എന്ന് വരെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. എന്നാൽ ഒക്ടോബർ മുതൽ നവംബർ മാസങ്ങളിൽ വരെ അനുഭവപ്പെടുന്നതാണ് ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. ഒക്ടോബർ മുതൽ നവംബർ വരെ അനുഭവപ്പെടുന്നതാണ് ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് എന്താണ്? തുലാവർഷം. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നതും വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങളാണ് ഏത്? കണ്ടൽ വനങ്ങൾ. ഓപ്ഷൻ സി. കണ്ടൽ വനങ്ങൾ. ചതുപ്പ് നിലങ്ങളിലെ പ്രധാന സ്വാഭാവിക സസ്യജാലങ്ങളാണ് എന്ത്? കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. ചതുപ്പ് നിലങ്ങളിലെ പ്രധാന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം ഏതാ?
ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. എങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാ? ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. കണ്ടൽ വനങ്ങൾ ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. കണ്ടൽ വനങ്ങൾ ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടൽക്കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്നറിയാമോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടൽക്കാടുകളെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടൽക്കാടുകളെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28. ഭ്രംശതാഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഭ്രംശതാഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് ഏത്? നർമ്മദ. ഓപ്ഷൻ സി, നർമ്മദ. മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത്. നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകൾ ഏതൊക്കെയാ? സർദാർ സരോവർ, ഇന്ദിരാസാഗർ, ഓംകാരേശ്വർ. സർദാർ സരോവർ അണക്കെട്ട്, ഇന്ദിരാസാഗർ അണക്കെട്ട്, ഓംകാരേശ്വർ അണക്കെട്ട് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ. പ്രാചീന കാലത്ത് നർമ്മദ അറിയപ്പെട്ടിരുന്ന എന്ത് പേരിലാ? രേവ. പ്രാചീന കാലത്ത് നർമ്മദ അറിയപ്പെട്ടിരുന്ന പേരാണ് രേവ. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഹിരൺ, ഷേർ, താവ, ഉറി, ബെൻജാർ. ഏതൊക്കെയാണ് പ്രധാന പോഷക നദികൾ? ഹിരൺ, ഷേർ, താവ, ഉറി, ബെൻജാർ. അതിൽ താവയാണ് നർമ്മദയുടെ ഏറ്റവും വലിയ പോഷക നദി, ഏറ്റവും നീളമേറിയ പോഷക നദിയാണ് നർമ്മദയുടെ താവ എന്ന് പറയുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുത്. ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്നത് ആരാണ്? നർമ്മദയാണ് അല്ലെ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്നു. അതുപോലെ ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്നതും നർമ്മദ നദിയാണ്. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും. ഓപ്ഷൻ ബി, ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഏത്? സുന്ദരവനം ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടിയുടെ പേരിൽ നിന്നാണ് ഇതിന് സുന്ദർബൻ എന്ന പേര് ലഭിക്കുന്നത്. കണ്ടൽക്കാടുകളിൽ കടുവകളെ കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏക പ്രദേശമാണ് ഏത്? സുന്ദർബൻസ്. കണ്ടൽക്കാടുകളിൽ കടുവകളെ കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏക പ്രദേശമാണ് സുന്ദർബൻസ്. പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലുമായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. ഓപ്ഷൻ സി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ബിസിനസ് ജെറ്റ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു. 2022 ഡിസംബർ 10 ഇത് ഉദ്ഘാടനം ചെയ്തത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. 2022 ഡിസംബർ 10 ഉദ്ഘാടനം ചെയ്തത്. 31ാമത്തെ ക്വസ്റ്റ്യൻ. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ആസാം. ഓപ്ഷൻ എ, ആസാം. എന്താണ് ഈ മിഷൻ ഭൂമിപുത്ര? SC, ST, OBC ജാതി സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള പോർട്ടലാണ് മിഷൻ ഭൂമിപുത്ര എന്ന് പറയുന്നത്. SC, ST, OBC ജാതി സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള പോർട്ടലാണ് എന്ത്? മിഷൻ ഭൂമിപുത്ര. 32. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറം. ഓപ്ഷൻ ഡി, മലപ്പുറം.
ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാ? ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം. എങ്കിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ലയും മലപ്പുറം തന്നെയാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? മലപ്പുറം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാ? അത് വയനാട്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. ജനസംഖ്യ കൂടിയ വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ്. ഇടുക്കി ജില്ലയിലെ കണ്ണൻദേവൻ ഹിൽസ് ആണ് ജനസംഖ്യ കൂടിയ വില്ലേജ്. ജനസംഖ്യ കുറഞ്ഞ വില്ലേജ് ഇടുക്കി ജില്ലയിലെ തന്നെ മ്ലാപ്പാറ. ജനസംഖ്യ കുറഞ്ഞ വില്ലേജ് ഏതാണ്? മ്ലാപ്പാറ. ഇടുക്കി ജില്ലയിലെ മ്ലാപ്പാറ. ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശൂർ. ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശൂർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 33ാമത്തെ ക്വസ്റ്റ്യൻ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമ്മൾ ചേർത്ത് നോക്കിയതേ ഉള്ളൂ അല്ലെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 744. ഓപ്ഷൻ സി NH 744. NH 744ന്റെ പഴയ പേര് NH 208. പഴയ പേര് എന്തായിരുന്നു? NH 208 എന്നാണ്. ഇത് ആര്യങ്കാവ് ചുരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിൽ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. 544ന്റെ ഓൾഡ് നെയിം NH 47. ഓൾഡ് എന്തായിരുന്നു? NH 47. എങ്കില് വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ? വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766. 766. NH 766. NH 766 പണ്ടറിയപ്പെടുന്നത് NH 212 എന്നായിരുന്നു. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ? എങ്കിൽ അതും കൂടെ പറഞ്ഞേക്കൂ. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത അത് NH 85 ആണ്. 85. NH 85. NH 85ന്റെ പഴയ പേര് NH 49. 49. അപ്പൊ ഒന്നുകൂടെ പറയാം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 85. ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. ഏതാണ്? വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഏത്? വയനാട് പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 36. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. പരുത്തി, നിലക്കടല എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് ഏത്? പാലക്കാട് ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ അമൃത് നഗരം എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ അമൃത് നഗരം ഏതാണ്? പാലക്കാട്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നു. പാലക്കാട് എങ്ങനെ അറിയപ്പെടുന്നത്? കരിമ്പനകളുടെ നാടെന്ന്. പ്രാചീന കാലത്ത് പാലക്കാട് അറിയപ്പെട്ടിരുന്നത് പൊറൈനാടെന്നാണ്. പ്രാചീന കാലത്ത് പാലക്കാട് അറിയപ്പെട്ടിരുന്നത് ഏതാണ്? പൊറൈനാട്. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ഏതാ? കേരളത്തിലേക്കുള്ള കവാടം അത് പാലക്കാട് ചുരമാണ്. കേരളത്തിലേക്കുള്ള കവാടമാണ് പാലക്കാട് ചുരം.
പാലക്കാട് ചുരം എന്തിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. ഇതാണ് കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.